ഹലോ, ഞാൻ ഇന്ന് പെരിന്തൽമണ്ണയിലുള്ള ഹീറോയുടെ ഷോറൂമിലാണ് നിൽക്കുന്നത്. പ്രീമിയ എന്നാണ് ഈ ഷോറൂമിൻ്റെ പേര്. ഞാനിന്ന് വന്നിരിക്കുന്നത് മാവറിക് 440 എന്ന് പറഞ്ഞൊരു പുതിയ ബൈക്കിനെ പരിചയപ്പെടുത്താനാണ്. ഞാൻ ആർക്കിടെക്ട് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ച ബൈക്ക് ഈ ഒരു X440 എന്നുള്ള ബൈക്കായിരുന്നു. ഇതിൻ്റെ എൻജിനൊക്കെ കണ്ടോ? ഇതൊരു 440 എൻജിൻ ആയതുകൊണ്ടാണ് ഇതിന് 440 അല്ലെങ്കിൽ X440 എന്ന് അവർ വിളിക്കുന്നത്. ഇതിൻ്റെ എൻജിൻ കണ്ടോ? ഇത് ആക്ച്വലി ഹാർലിയും ഹീറോയും കൂടെ ഒന്നിച്ച് ഡെവലപ്പ് ചെയ്തൊരു എൻജിനാണ്. ഇത് നമ്മളുടെ മാവറിക്കിലോട്ട് വരുമ്പം ഹീറോതായിട്ടുള്ള കുറേ റിസർച്ച് കൊണ്ട് അവർ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു എൻജിനാണ് ഈ ഒരു 440cc എൻജിൻ. ഇത് ആക്ച്വലി ഹാർലിയുടെ എൻജിനല്ല, ഇത് ഹീറോ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട്, അതായത് ഹാർലിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് വെച്ചിട്ട് ഹീറോ ഡെവലപ്പ് ചെയ്തെടുത്തൊരു എൻജിനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റോഡ്സിലേക്ക് അനുയോജ്യമായ വിധത്തിലായിരിക്കണം ഇവർ ഈ ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കുറേ സിമിലാരിറ്റീസ് പറയാൻ പറ്റും ഈ X440യും മാവറിക് 440യും. അതെൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ്. കമ്പനി എന്താണെന്ന് വിചാരിച്ച് എനിക്കറിയില്ല. കാര്യം എനിക്ക് രണ്ട് വണ്ടിയും കാണുമ്പോൾ തന്നെ എൻ്റെ രണ്ട് സൈഡിലും കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഫ്രണ്ട് എനിക്ക് സിമിലാരിറ്റി തോന്നുന്നുണ്ട്. ഈ ടാങ്കിൽ നിന്നുള്ള ഈ ബോട്ടം ഡിസൈൻ ഫ്ലോ എനിക്ക് സിമിലാരിറ്റി തോന്നുന്നുണ്ട്. ലെങ്ത്തും വെയ്റ്റും ഒക്കെ ഏകദേശം സെയിം ആണ്. പക്ഷേ ഇത് കമ്പനി അവകാശപ്പെടുന്നതല്ല, എനിക്ക് തോന്നുന്നതാണ്. പക്ഷെ എന്തായാലും ഹീറോയുടെ ഒരു ഏകദേശം 60-70,000 ചീപ്പറായിട്ടുള്ള റീപ്ലേസ്മെൻ്റാണ് ഈ ഒരു മാവറിക് 440 എന്ന് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ഈ ഒരു മാവറിക് 440യുടെ 3 വേരിയൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ബേസും മിഡിലും ടോപ്പും. ബേസിന് ഏകദേശം 2,55,000 ആണ് ഓൺ റോഡ് പ്രൈസ്. ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആകുമ്പോൾ 2,97,000 ആണ് പ്രൈസ്. ഈ ഡിഫറൻസിലോട്ടൊന്നും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഞാൻ എൻ്റെ ഇതിൻ്റെ എസ്തെറ്റിക്കൽ ആൻഡ് റൈഡിങ് കംഫർട്ട് ഫീച്ചേഴ്സൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള ഇവരെ പ്രീമിയ ഷോറൂമിൽ നിന്നായിരുന്നു ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ അവിടെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ലൈറ്റ് പോയി. അപ്പം ഞങ്ങൾ ഈ ഒരു ബൈക്കും കൊണ്ട്, അതായത് ഈ മാവറിക് 440യും കൊണ്ട് കൊണ്ടോട്ടിക്കടുത്തുള്ള മിനിയൂട്ടിക്കടുത്തുള്ള ചെരിപ്പടി മലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ റൈഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ എന്തായാലും ഇതിനെ പറ്റിയൊരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഈ ഒരു മലയുടെ പുറത്തിരുന്ന് പറയുന്നതായിരിക്കും. നിങ്ങൾ ഇന്നലെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇത് അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫർട്ട് എനിക്ക് തരുന്നുണ്ട്. കുറച്ചും കൂടി അപ്രൈറ്റ് പൊസിഷനിൽ തന്നെയാണ്. ഒരു സ്പോർട്ട് ബൈക്കിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ബൈക്കിൻ്റെ നേക്കഡ് ബൈക്കിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിലും ഇതിൻ്റെ സിറ്റിംഗ് പൊസിഷൻ ഒന്നും കൂടെ നമ്മളുടെ ഒരു ക്ലാസിക് 350 അപ്രൈറ്റ് പൊസിഷനിലുള്ള റൈഡിങ് പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ ലോങ് റൈഡുകൾക്ക് ഈ വണ്ടി നന്നായിരിക്കും. പിന്നെ ഇതിൻ്റെ ലോവർ മിഡ് റേഞ്ചിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ടോർക്ക് വണ്ടി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക്കിലും ഈ വണ്ടി വളരെ നന്നായിരിക്കും. ഇതൊരു കുറച്ചൊരു ഓഫ് റോഡിഷ് ടൈപ്പ് റോഡാണ്. ഞാൻ നോക്കുന്നത് നല്ലൊരു സ്പേസിൽ ഈ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കാണുന്നവർക്കും ഒരു കംഫർട്ട് തോന്നും. ഞാൻ അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ് മുകളിലോട്ട്. ഈ സൈഡിലുള്ള ഈ ഒരു ഷേപ്പൊക്കെ ഉള്ളതല്ലേ, ഒരു ഗ്രാനൈറ്റ് കൊണ്ടുള്ള ബൗണ്ടറി വോളൊക്കെ. ഇത് നല്ലൊരു ഏരിയ എന്ന് തോന്നുന്നു. എന്തായാലും ഈ വണ്ടിയിൽ ഇപ്പോൾ ഈ റോഡിൽ നമുക്ക് സ്പീഡ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇനീഷ്യൽ റേഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞ ഇനീഷ്യൽ ആ മിഡ് റേഞ്ച് വരെ ടോർക്ക് തരുന്നൊരു എഞ്ചിനാണെന്നാണ് ഞാൻ കേട്ടത്. ഇതൊരു 440cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെഹിക്കിൾ എടുക്കാൻ പറ്റിയ, കംഫർട്ടബിൾ എടുക്കാൻ പറ്റിയ ഒരു മാക്സിമം സ്പീഡ് ഒരു 120 km ആയിരിക്കണം. തിരിച്ചു പോവുകയാണ്. അവിടെ ഒരു സ്പേസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള, അവിടെ പോയി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇനി ഈ വെഹിക്കിളിനെ പറ്റിയുള്ള റിവ്യൂ പറയാൻ പോകുന്നത്. ഇരുന്നിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനെ പറ്റി പറയാം. ഈ ഒരു ടാങ്ക് 13.5 ലിറ്ററിൻ്റെ ടാങ്കാണ്. എനിക്ക് അത്യാവശ്യം കംഫർട്ടബിളി ഇരിക്കാൻ പറ്റിയ ഒരു ഷേപ്പിലാണ് ഈ ടാങ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്കൂപ്പൊക്കെ കാല് സ്മൂത്തായിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഏത് ഹൈറ്റിലുള്ള ആൾക്കാർക്കും ഭയങ്കര സുഖമായിട്ടിരിക്കാൻ പറ്റിയൊരു രീതിയിലാണ് ഇവർ ഈ ഒരു ടാങ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഹാൻഡിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്വിച്ചസൊക്കെ പറയും നമ്മൾ നോർമലി കാണുന്ന ബൈക്ക് പോലെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഹീറോയുടെ സിമ്പിളുള്ള ഈ ഒരു ഗ്രേ ഷാഡോണൊക്കെ ഭയങ്കര ഒരു പ്രീമിയംനെസ് തരുന്നുണ്ട്.
പിന്നെ വരുന്നത് ഇത് നമ്മളുടെ ഇൻഡിക്കേറ്ററാണ്, ഇത് ഹോണാണ്, ഫ്ലാഷ് ലൈറ്റിൻ്റെ ബട്ടൺ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്ക്രീൻ LED ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ. കമ്പാരിറ്റീവ്ലി ചെറിയൊരു LED ഡിസ്പ്ലേ ആണിത്. ഇത് കീ ഹോളാണ്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു USB ചാർജിങ് പോർട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റാൻഡിൽ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ സുഖമായിരിക്കും. അത് നല്ലൊരു ആഡ് ഓൺ ആണ്. പിന്നെ ഇതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യത്തിൽ ഇത് ഹെഡ്ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാണ് രാത്രിയാണോ രാവിലെയാണോ, അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റ് ഓൺ ആവും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഹസാർഡ് ബട്ടൺ കാണാൻ കഴിയും. പിന്നെ എൻജിൻ സ്റ്റാർട്ട് ഓഫ്, എൻജിൻ കിൽ ബട്ടൺ കാണാൻ കഴിയും. ഇതൊരു SOS ആണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അമർത്തി പിടിച്ചത് ഒരു ബ്ലൂടൂത്ത് കണക്റ്റഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ വേണ്ട സ്ഥലത്തേക്ക് ഇൻഫർമേഷൻ പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ഒരു മിററും നല്ല അത്യാവശ്യം നല്ല സാധനം. പക്ഷേ എനിക്ക് ചെറിയൊരു ഷേക്കിംഗ് അല്ലെങ്കിൽ വൈബ്രേഷൻ പോലെ തോന്നിയ ഒരു മിററിന്. ഞാനൊരു റോയൽ ക്ലാസിക് എൻഫീൽഡ് ഓടിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ആ ഇനീഷ്യൽ സമയത്തുള്ള ഈ വൈബ്രേഷൻ ഇതിനുള്ള പോലെ തോന്നുന്നു. എന്താവുമെന്ന് അറിയില്ല. എന്തായാലും റോയൽ എൻഫീൽഡിൻ്റെ പോലെ തന്നെ ഒരു ലോങ് സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വെഹിക്കിളിന്. ചിലപ്പോൾ ആ ഒരു ഷേക്കിംഗ് ഈ ഒരു മിററിന് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി ഓടിച്ച് പരിചയമുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. ഭയങ്കര സുഖമായിട്ട് ഈ വെഹിക്കിളിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സീറ്റ് ഹൈറ്റ് വീഴുന്നത് 803 mm ആണ്. അത് ഭയങ്കര ഒരു ഇന്ത്യൻ കണ്ടീഷനിൽ നല്ലൊരു സീറ്റ് ഹൈറ്റ് ആയിട്ട് തോന്നുന്നു. അത്യാവശ്യം നല്ല സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു സീറ്റുമാണ് ഹീറോ ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ റൈഡ് വന്നപ്പോഴും ഭയങ്കര സുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ എലമെൻറ്റ്സ് എന്ന് പറയാൻ നോക്കാം. ഇറങ്ങി വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്കിതിൻ്റെ ഈ ഒരു ഹെഡ് ലാമ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ഒരു ഹെഡ് ലാമ്പ് ആ ടാങ്കിൽ നിന്ന് കുറച്ച് താഴ്ന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു അഗ്രസീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്കത് കാണാൻ കഴിയും ഇവിടെ. ഈ ഒരു H എന്ന് പറഞ്ഞ DRL ഭയങ്കര ബ്യൂട്ടിഫുള്ളി അവർ ചെയ്തിരിക്കുന്നു. ഇതൊരു അടിയിലൊരു പ്രൊജക്റ്റഡ് ഒരു ഹൈ ബീം ലാമ്പ് കാണാൻ കഴിയും. നമ്മൾ നോർമലി ഓടുമ്പോഴുള്ള ഒരു ലൈറ്റ് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററും ഭയങ്കര ബ്യൂട്ടിഫുള്ളി അവർ ചെയ്തിരിക്കുന്നു. ഇത് X440 എന്ന് അവർ കടമെടുത്താന്ന് തോന്നുന്നു. ഇവിടെ ഹീറോയുടെ ഒരു സിമ്പിൾ വെച്ചിട്ട്, അതിൽ ഹാർലിയുടെയാണ്, ഇതിലിവിടെ ഹീറോയുടെ സിമ്പിൾ വെച്ചിട്ട് ഒരു ഇൻഡിക്കേറ്റർ കിടക്കുന്നത് നല്ല രസമായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. ഇത് ആക്ച്വലി ഹീറോയുടെ ഒരു പ്രീമിയം ബൈക്കാണ്. അവരുടെ ഏറ്റവും പ്രീമിയം ബൈക്കാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിന് പോലും അവർ ഒരു USD ഫോക്ക് കൊടുത്തില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാര്യം അണ്ടർ 1.5 ലാഖുള്ള വെഹിക്കിളിൽ പോലും ഒരു USD ഫോക്സ് ഇപ്പം കമ്പനീസ് കൊടുക്കാറുണ്ട്. ഡിസൈൻ എലമെൻറ്റ് വൈസ് ഒരു കുറവായിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഓടിക്കുമ്പോൾ ഒരു കംഫർട്ടിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പിന്നെ ഈ ഒരു മഡ് ഗാർഡൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആ ഒരു പ്രീമിയംനെസ് കീപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ കഴിയും ഇവിടെ. ഈ ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ ഈ ഒരു ബ്രഷ് ഫിനിഷ് ആയിട്ടുള്ള മെറ്റൽ വെച്ചിട്ടുള്ള അറ്റാച്ച്മെൻറ്റൊക്കെ ഭയങ്കര നല്ലതാണ്. ഇത് കുറച്ചും കൂടി ഗ്രേഷാണ്, ഇത് സിൽവറിഷാണ്. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ പ്രീമിയംനെസ് വെഹിക്കിളിന് തരുന്നുണ്ട്. ഇതൊരു 17 ഇഞ്ച് അലോയ് വീലാണ് ഫ്രണ്ടിലുള്ളത്, ബാക്കിലുള്ളത് 17 ഇഞ്ചാണ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് നോർമൽ സ്പോക്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സെക്കൻഡും തേർഡും വേരിയൻറ്റിന് ഈ ഒരു ടൈപ്പ് അലോയ് വീൽസാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതും X440 നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്റ്റൈലാണ്. ഇതിന് ഡ്യുവൽ ചാനൽ ABS ആണ് ഹീറോ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ബ്രേക്കിങ്ങിൻ്റെ ഒരു കോംപ്രമൈസും ഇല്ല. പ്രൊഡക്റ്റ് ഡിസൈനർ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളി കമ്പോസഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഭാഗം തന്നെയാണ് ഹീറോയുടെ ഈ ഒരു മാവറിക് 440 ഉള്ളത്. പിന്നെ എനിക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എക്സോസ് പൈപ്പ് പോകുന്നത് കുറച്ച് എഞ്ചിന് ടേൺ ഓവർ ആയിട്ടാണ്. നോർമലി നേരെ എഞ്ചിൻ്റെ താഴത്തു കൂടെയാണ് ഒരു എക്സോസ് പൈപ്പ് പോവുക. അതിൻ്റെ ഡൗൺ ക്ലിയറൻസ് 175 ആക്കാൻ ഹീറോയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹോട്ടർ പാർട്ടിനെ കവർ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് പാർട്ടും കൂടെ ഉണ്ട്. അത് ഷോറൂമിൽ ചെയ്ത ബൈക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ എഞ്ചിൻ്റെ ഭാഗവും നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഷോറൂമിൽ കുറച്ച് ലൈറ്റ് കുറവുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ബൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതെന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 38 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 28 HP പവറുള്ള ഒരു എഞ്ചിനാണ്. ബാക്കിയുള്ള പാർട്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫെൻഡർ മുന്നോട്ടിരിക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ്. ഈ ഒരു ബ്രഷ് ഫിനിഷുള്ള സിൽവർ കളറായിട്ടുള്ള ഈ ഒരു ടാങ്കിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബൈക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഹീറോ എന്ന് വേറെ എവിടെയും ഡോമിനൻ്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നില്ല. ഒരു മാവറിക് 440 എന്ന് മാത്രമേ കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ഇതൊരു ഹീറോയുടെ ബൈക്കാണെന്ന് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷേ ഈ ഒരു ഹീറോയുടെ ലോഗോ അവർ കൊടുത്തിരിക്കുന്നത് ഇത് മനസ്സിലാവുന്നവർക്ക് പെട്ടെന്ന് ഹീറോയുടെ ബൈക്കാണെന്ന് മനസ്സിലാവുള്ളൂ. ഈ ഒരു പ്ലാസ്റ്റിക് പാർട്സിൻ്റെ അഡീഷൻസൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. ഈ ഒരു സ്ക്രൂ ഡീറ്റെയിലൊക്കെ നല്ലതാണ്. ഈ ഒരു ബ്രഷ് ബ്ലാക്ക് സിൽവറിഷ് ഫിനിഷിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. ഈ ഒരു ബ്ലാക്ക് പാർട്ടിനൊക്കെ ചെറിയൊരു ടെക്സ്ചർ അവർ കൊടുത്തിരിക്കുന്നത് അതൊരു നല്ലൊരു പ്രീമിയംനെസ് കൊടുക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ഈ ഒരു പോർഷനൊക്കെ ഭയങ്കര നല്ലതായിട്ട് അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു എക്സോസ് പൈപ്പിൻ്റെ സ്ക്വയർ ഷേപ്പും യുണീക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബാക്കിലെ സസ്പെൻഷൻ ഡ്യുവൽ സ്പ്രിംഗ് സസ്പെൻഷനാണ്, മോണോസ്റ്റോക്ക് അല്ല. അതും ചിലപ്പോൾ ഒരു കുറവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതെന്തായാലും കംഫർട്ടിൽ യാതൊരു കോംപ്രമൈസും തന്നിട്ടില്ല.
ബാക്കിൽ ഞാൻ പറഞ്ഞു 17 ഇഞ്ച് അലവിലാണ്. നമ്മൾ സീറ്റിനെ പറ്റി നേരത്തെ പറഞ്ഞു, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ എൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഇതിൻ്റെ ഒരു ബാക്കാണ്. നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹീറോയുടെ സിഗ്നേച്ചർ ടച്ചുള്ള ഡീറ്റെയിലിംഗ് ഡിസൈൻ ആണെന്ന് തോന്നുന്നു. കാരണം ഈ ലൈറ്റ്സൊക്കെ നല്ല രസമുണ്ട്. വീണ്ടും അവർ എച്ച് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആ ഒരു എലമെൻ്റ് ആയിട്ട്. അത് മുന്നിലെ DRL നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻപിലെ പോലത്തെ ഇൻഡിക്കേറ്റർ തന്നെയാണ് ബാക്കിലുള്ളത്. അത് നല്ലൊരു ആഡ് ഓൺ ആണ്. എന്തായാലും ബാക്കിൽ നിന്ന് വണ്ടി നോക്കുമ്പോൾ ഒരു പ്രീമിയംസ് വണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഹീറോയുടെ ആ ഒരു സിഗ്നേച്ചർ ഡിസൈൻ എവിടേക്കോ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് ഈ വെഹിക്കിളിൻ്റെ ഒരു പ്രൊഫൈൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഹെഡ് ലാമ്പ് താന്നിരിക്കുന്നതുകൊണ്ട് ഒരു അഗ്രസീവ് ലുക്ക് ഈ വെഹിക്കിളിന് തരുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ വെഹിക്കിൾസിന്, ബൈക്സിന് പൊതുവെ ഈ ഒരു ഷേപ്പ് ഓഫ് പ്രൊപ്പോർഷനെ കണ്ടിട്ടില്ല. 187 കിലോ ആണ് ഈ വെഹിക്കിളിൻ്റെ വെയിറ്റ് ആയിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 175 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റിലാണ് ഹാൻഡിൽ ചെയ്യാൻ. നമ്മളിത് ചിലപ്പോൾ അത് റോയൽ എൻഫീൽഡായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു വെയിറ്റാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ വെയിറ്റ്. പക്ഷേ ഓടിക്കുമ്പോൾ നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യില്ല. ഇതേ വെയിറ്റ് തന്നെയാണ് X440 ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവെ റിവ്യൂവേഴ്സ് ആരും ഇതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി അധികം സംസാരിക്കാറില്ല. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ട്രൈ ചെയ്യാണ്. അതായത് നിങ്ങൾ മിക്കവാറും ബൈക്ക് നേരിട്ട് കാണും ഷോറൂം പോയിട്ട്, പക്ഷേ എന്നാലും ചില ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ ഒന്ന് പോയി നോക്കാം. ഈ ഒരു ഹെഡ് ലാമ്പ് കാണുന്നില്ലേ, ഇതൊരു മെറ്റാലിക് ബ്രഷ് ഫിനിഷാണ്. ഈ ഒരു 3 ലൈൻസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഭയങ്കര രസമുള്ള ഡീറ്റെയിൽ. അത് ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽ കാണാൻ കഴിയും. ഈ ഒരു സ്കൂപ്പ് പോർഷനും രസമുണ്ട്. ഞാൻ താഴത്തേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണക്ഷൻ ഇതാണ്. ഈ ഒരു സിൽവറിഷ് മാറ്റ് ഗ്രേ ഫിനിഷുള്ള പോർഷൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ മഡ് ഗാർഡിനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിവിടെ ഒരു പ്ലാസ്റ്റിക് പാർട്ടും കാണാൻ കഴിയും. ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഭയങ്കര മിനിമലായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയും. പൊതുവെ മഡ് ഗാർഡ് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചാണ് വെക്കുക. പിന്നെ അതിലൊരു കേർവിഷ് ഷേപ്പ് ഉണ്ട്. അതായത് കുറച്ചും കൂടെ ഫ്ലാറ്റിഷ് കേർവായിട്ടുള്ള ഒരു മഡ് ഗാർഡ് എൻ്റെ വെഹിക്കിളിനുള്ളത്. ഇതാണ് എൻ്റെ എൻജിനിൽ നിന്ന് പോകുന്ന എക്സോസിൻ്റെ പാർട്ട്. അതിനൊരു ബ്രോൺസ് ഫിനിഷാണുള്ളത്. ഇവിടെ എന്തായാലും ഒരു പ്ലാസ്റ്റിക് കവർ വരും. പിന്നെ ഈ ഒരു സാധനം, ഈ ഒരു ഫ്രെയിം വർക്ക് കണ്ടോ, ഇത് ആക്ച്വലി നമ്മളുടെ X440 ഇതേപോലെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവിടെ നിന്ന് ഒരു മെറ്റൽ പാർട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ക്രാഷ് ഗാർഡൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുക. അതും നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ നോർമലി കാണാറുള്ള ഒരു മെത്തേഡിന് ചെറിയ മാറ്റങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊരു എഞ്ചിൻ പ്രൊട്ടക്ടറായിട്ടും വേണമെങ്കിൽ വർക്ക് ചെയ്യുന്നത്. വീഴുന്ന സമയത്തൊക്കെ എഞ്ചിൻ ഈ ഒരു പോർഷൻ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ഗ്ലോസി ഫിനിഷുള്ള പാർട്ടും ബാക്കിയെല്ലാം മാറ്റ് ഫിനിഷുമാണ്. ഈ 2 പാർട്ടും ഗ്ലോസി ഫിനിഷാണ്, ബാക്കിയെല്ലാം മാറ്റിഷ് ഫിനിഷാണ്. ഈ ഒരു സിൽവർ ലൈനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നമ്മളുടെ ബ്രേക്കാണ്. ഈ ചെറിയൊരു പ്ലാസ്റ്റിക് പാർട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കാലൊക്കെ വെക്കുമ്പോൾ തേയ്മാനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പ്ലാസ്റ്റിക് പാർട്ടിലോട്ടാണ് ടച്ച് ചെയ്യുക. അത് ഭയങ്കര നല്ലതാണ്. പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എക്സോസ്റ്റ് ഇങ്ങനെ കേർവ് ചെയ്തിട്ട് വരിക. അത് ഈ ഒരു മെറ്റൽ പാർട്ടിലോട്ട് വന്നിട്ട് അവിടുന്ന് ചെറിയൊരു പാർട്ട് പോലെയാണ് ആക്ച്വൽ എക്സോസ്റ്റ് ഇരിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഓഫ് ദി മാർക്കറ്റ് എക്സോസ്റ്റ് വെക്കുമ്പോൾ ഹെൽപ്ഫുൾ ആകും. കാരണം ചെറിയ പാർട്ട് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. അതൊക്കെ നല്ല നല്ല ഡീറ്റെയിൽ ആണെന്ന് എനിക്ക് ഇപ്പോൾ തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു പ്ലാസ്റ്റിക് ഇവിടെ വെച്ചതുപോലെ തന്നെ ഈ ഒരു ലെഗ് റെസ്റ്റിൻ്റെ ഇവിടെയും ഒരു പ്ലാസ്റ്റിക് പാർട്ടുണ്ട്, ഒരു വിങ്സ് പോലെ ഷേപ്പിൽ. പിന്നെ അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വി ടൈപ്പ് മെറ്റൽ സാധനത്തിലോട്ട്, അത് മെയിൻ ഫ്രെയിമിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഈ മെയിൻ ഫ്രെയിം ശരിക്കും ഒരു ഗ്ലോസി ഫിനിഷിലാണ്. ബാക്കി പോകുന്ന പാർട്ടുകളെല്ലാം മാറ്റ് ഫിനിഷാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഹീറ്റ് പ്രൊട്ടക്ടറാണ് ആക്ച്വലി. ഈ കാണുന്നത് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടാണ് ഒരു അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ചൂട് കുറവായിരിക്കും. കാലെങ്ങാനും അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു പോർഷൻ കണ്ട് ഇവിടെ നമുക്ക് ഓഫ് ദി മാർക്കറ്റ് ഒരു ബാക്ക് റെസ്റ്റ് വെക്കാൻ പറ്റും. നമ്മൾ ഷോറൂമിൽ റിവ്യൂ ചെയ്ത വണ്ടിയിൽ ആ സാധനം ഉണ്ടായിരുന്നു. അത് ശരിക്കും നല്ലതാണ്. പിലിയൻ റൈഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലോ ബാക്ക് സപ്പോർട്ട് നമുക്ക് കിട്ടും. ഇവിടെ ആക്ച്വലി ഹീറോ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയും ഹീറോ എന്ന് എഴുതി കാണാൻ കഴിയും. ഈ ഒരു ഹെഡ് ലാമ്പ് 3 പാർട്ടായിട്ടാണ് മെയിൻലി ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ബ്രേക്ക് ലൈറ്റിൻ്റെ ലൈറ്റാണ് ഈ കാണുന്നത്. പക്ഷേ ഇത് ഭയങ്കര ഇതൊരു ഫ്ലാറ്റ് ടെയിൽ ലാമ്പ് അല്ല, ഒരു ഡിവിഷനൊക്കെ വന്നിട്ട് കുറച്ചും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണാൻ കഴിയും. ഈ ഒരു സാധനം കുറച്ചും കൂടി സ്പോർട്ടിനെസ് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഡിക്കേറ്റർ. ഹീറോയുടെ ലോഗോ നമുക്ക് കാണാൻ കഴിയും. ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. എന്തായാലും ഒരു US ഡിസൈൻ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത് ഈ ഒരു ഡിസൈനിലൂടെ കാണാൻ കഴിയും. പിന്നെ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്കിതിൽ സാരി കാർഡൊക്കെ ഹീറോ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഈ ഒരു പാട്ടും സിമെട്രിക്കലി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ടോർക്ക് എന്നൊരു സാധനം നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു പ്ലാസ്റ്റിക് ഫിനിഷ്. നമുക്ക് ആ ചെറിയൊരു ഷെയ്ഡ് ഡിഫറൻസ്, ഇത് ഗ്രേ ഇത് ബ്ലാക്ക്, ആ ഷെയ്ഡ് ടെക്സ്ചർ ഫിനിഷിൽ ഡിഫറൻസ് ഒക്കെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയും. എന്തായാലും എഞ്ചിൻ്റെ ഈ ഭാഗവും ഭംഗിയുണ്ട്, പക്ഷേ അത്രയും ഭംഗിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ എഞ്ചിൻ ആക്ച്വലി എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. അതിൻ്റെ
പാർട്സൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു ഫെൻഡറിൻ്റെ പാർട്ടൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡാണ്. ഈ ഒരു മാറ്റ് ബ്ലാക്കുള്ള സാധനം സിൽവറിഷ് ഫിനിഷും അറ്റാച്ച് ആയിട്ടാണ് ഒരു പാർട്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി കാണാറുള്ള ഷേക്ക് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണാൻ കഴിയും. അപ്പുറത്ത് ആ ഒരു ഓയിൽ കൂളറിൻ്റെ സാധനം, ഇവിടെ നമുക്ക് ഹോണും കാണാൻ കഴിയും. അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളി പ്ലേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആണ്. ഈ ഫെൻഡറിനെ എന്നോട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഹോൺ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വെഹിക്കിൾ കുറച്ചധികം സമയം ഓടിച്ചു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബൈക്ക്. കാര്യം ഇതിൻ്റെ റൈഡിങ് പോസ്റ്റർ ആണെങ്കിലും ഈ ഒരു കംഫർട്ട് ആണെങ്കിലും ഈ ഒരു പുറത്തുനിന്നുള്ള വെഹിക്കിളിൻ്റെ ഭംഗിയാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ഈ ഒരു വെഹിക്കിൾ ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക, ഇങ്ങനത്തെ ഈ ഒരു റേഞ്ചിലുള്ള ബൈക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോയി കഴിഞ്ഞു. നിങ്ങൾക്കപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.